ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഞാൻ ഇന്ന് ചെറിയൊരു വീഡിയോ ഇടുകയാണ്. ഞങ്ങൾ വീട്ടിൽ വന്നിട്ട് ഒരു പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് ഞങ്ങൾക്ക്. നല്ല തിരക്കുള്ള ഒരു ദിവസം. അതൊന്ന് വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ വേറെ ഒന്നുമല്ല, തേങ്ങ വലിക്കുന്നുണ്ട്. അപ്പോൾ അന്നത്തെ ദിവസം ഞങ്ങൾക്ക് രാവിലെ തൊട്ട് രാത്രി വരെ പണിയായിരിക്കും. അപ്പോൾ അവിടെ തേങ്ങ വലി തുടങ്ങി. അമ്മയും ഏട്ടനൊക്കെ തേങ്ങ പെറുക്കിയിടുന്നുണ്ട് കേട്ടോ മുറ്റത്തേക്ക്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് വേഗം ചായ ഉണ്ടാക്കൽ പരിപാടിയാണ്. അപ്പോൾ ഇന്ന് ഇഡ്ഡലിയും ചമ്മന്തിയൊക്കെയാണ്. അത് വേഗം ആക്കുകയാണ്. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ തേങ്ങയൊക്കെ അട്ടത്തിടണം. അപ്പോൾ ഭക്ഷണമൊക്കെ വേഗം ആക്കി ഉച്ചക്കത്തെ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് അടുക്കള ഒഴിവാക്കി കൊടുക്കണം. എന്നിട്ട് വേണം തേങ്ങ ഇടാൻ. അതുകൊണ്ട് ആ തിരക്കിലാണ്. മക്കൾ രണ്ടാളും എണീച്ചിട്ടില്ല. കഴിഞ്ഞ ദിവസം രാത്രി കുറച്ച് നേരം വൈകിട്ടൊക്കെ കിടന്ന എല്ലാവരും. അതുകൊണ്ട് എണീക്കാനിപ്പോൾ നേരം വൈകും. ഞാൻ കുറേ വിളിച്ചു നോക്കി, പക്ഷേ എണീച്ചിട്ടില്ല. അങ്ങനെ ഞങ്ങൾ പിന്നെ ചായപ്പണി ഉണ്ടത് വേഗം കഴിച്ചിട്ട് വേണം അടുത്ത ചോറൊക്കെ വെക്കാനായിട്ട്. അപ്പോൾ ഇഡ്ഡലിയാണ് ഇന്ന്. അപ്പോൾ വേഗം ആവുമല്ലോ ഇതാകുമ്പോൾ. വീടിൻ്റെ ജനലിനുള്ള കൂടെ നല്ല സൂര്യപ്രകാശം വരുന്ന ഞങ്ങൾക്ക് ഇവിടെ എങ്ങനെ അടുക്കളയിലേക്ക് രാവിലത്തെ വെളിച്ചം കിട്ടും. നല്ലപോലെ നല്ല ഭംഗിയിട്ടത് കാണാനായിട്ട്. നല്ല രസമാണ്. നല്ല സ്വർണ്ണ നിറമുള്ള സൂര്യനെ കണ്ടില്ലേ? ഇഡ്ഡലിയും ചമ്മന്തിയുമാണ് അരയ്ക്കുന്നത്. അപ്പോൾ അതിനുള്ള തേങ്ങ ചിരവലാണ്. മക്കൾക്ക് സാമ്പാറാണ് ഭയങ്കര ഇഷ്ടം ഇഡ്ഡലിക്ക്. പക്ഷേ ഇന്ന് സമയമല്ല. സാമ്പാറെല്ലാം കൂടി അരച്ചുണ്ടാക്കുമ്പോഴത്തേന് കുറച്ച് നേരം വൈകിപ്പോവും. അതുകൊണ്ട് തന്നെ ചമ്മന്തിയാക്കി വേഗം. അവർ പണിക്കാർക്കും വേണം ഇഡ്ഡലിയൊക്കെ. അവർക്ക് തേങ്ങ വലി കഴിഞ്ഞിട്ട് മതി ചായ. പക്ഷെ അത് വേഗം കഴിയും. അപ്പോഴത്തേക്കും ഏട്ടനും അമ്മയ്ക്കൊക്കെ ഒരു കാലി ചായ കൊടുത്തു. ഞാനൊരു ചായ കുടിക്കുകയാണ്. എനിക്ക് ചായക്ക് എന്തെങ്കിലും ഒരു കടി വേണം, ബേക്കറി. അപ്പോൾ അവിടെ ജാഗിരി ഉണ്ടായിരുന്നു, വിഷുവിൻ്റെ സമയത്ത് വാങ്ങിക്കൊണ്ട് വന്നതുണ്ടായിരുന്നു. അപ്പോൾ അതെടുത്തിട്ട് ഞാൻ ഒരു കഷ്ണം, അധികമൊന്നുമില്ല കേട്ടോ, ഒരു കഷ്ണം മുഴുവനായിട്ടൊന്നും കഴിക്കുന്നില്ല. അതും ഒരു ചായ നിന്ന നിപ്പിലങ്ങനെ കുടിക്കും. ഇപ്പോഴത്തെ ഇഡ്ഡലിക്ക് തന്നെ കത്തിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെയാണ്. പിന്നെ എന്താണ്, മക്കൾക്ക് പിന്നെ ബേക്കറി നിർബന്ധമല്ല. അതങ്ങനെ ബേക്കറി കൊടുത്താലും വേണ്ട, സ്വന്തമായിട്ട് എടുത്ത് തിന്നൊന്നുമില്ല. ആ പരിപാടിയൊന്നുമില്ല. നല്ല ചായ കഴിഞ്ഞപ്പോഴത്തേക്കും ഇഡ്ഡലിയായി വന്നിട്ടുണ്ട്. അപ്പോൾ അത് പതുക്കെ എടുത്ത് വെക്കട്ടെ. അത് കുറച്ച് നേരം അവിടെ വെച്ചിട്ടേ ഞാൻ പാത്രത്തിലേക്ക് എടുത്ത് ഓരോന്നോരോന്നായിട്ട് എടുക്കുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ അതിൽ അടിയിൽ പിടിക്കും. എനിക്ക് എങ്ങനെയായാലും ഞാൻ ചുടുമ്പോൾ എണ്ണയൊക്കെ തേക്കും, എന്നാലും അങ്ങനെ. പിന്നെ തീയൊന്ന് അത് ചൂടാറുമ്പോഴത്തേനും ഞാൻ പിന്നെ ചമ്മന്തി വറവിട്ട് കഴിഞ്ഞാൽ അതടുപ്പത്ത് വെക്കാമല്ലോ. പിന്നെ ഞങ്ങൾ വിറകടുപ്പ് തന്നെയാണ് കേട്ടോ ചെയ്യാറ്. ഇവിടെ ഗ്യാസിൽ ഞങ്ങൾ വെള്ളം തിളപ്പിക്കും, കുടിവെള്ളം തിളപ്പിക്കും, ചായ ഉണ്ടാക്കും, അത്രേ ഉള്ളൂ. പിന്നെ വല്ല തിരക്കുണ്ടെങ്കിൽ കുക്കറിലൊക്കെ എന്തെങ്കിലുമൊക്കെ വേഗം വെക്കും, അത്ര തന്നെ. ബാക്കിയൊക്കെ പിന്നെ ഇതുപോലെ തന്നെ ഇഷ്ടംപോലെ വിറകുണ്ട്. നന്നായിട്ട് കനൽ കത്തി കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ചൂടായിരിക്കുമല്ലോ അടുപ്പിന്. അപ്പോൾ അത് ഇഡ്ഡലി ഞാൻ എടുത്ത് വെക്കുകയാണ്. അപ്പോഴേക്കും അവർ ഏതാണ്ട് ആ ഭാഗത്തേക്ക് എത്താനായിട്ടുണ്ട് തേങ്ങ വെച്ചിട്ട്. നമ്മൾ അടുക്കള കണ്ടില്ലേ, അവിടെ അങ്ങനെ ചുമരൊക്കെ അതിങ്ങനെ പുകയാവുന്നത്. ഒക്കെ പെയിൻ്റ് അടിച്ചാലും അങ്ങനെയാണ്, പുക വരുമ്പോൾ കളറങ്ങ് മാറും. ഇപ്പോൾ കുറച്ചായിട്ടുള്ളൂ അവിടെയൊക്കെ പെയിൻ്റ് അടിച്ചിട്ട്. അവർ തേങ്ങയൊക്കെ പെറുക്കി തീരാനായി. അപ്പോൾ എനിക്കാണെങ്കിൽ കുറച്ച് അലക്കാനും ഉണ്ടായിരുന്നു. പിന്നെ അവരത് കഴിഞ്ഞിട്ട് എനിക്ക് അലക്കി കഴിഞ്ഞിട്ട് അവർക്ക് ചായ കൊടുക്കാമല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ പിന്നെ അതിന് പോകുക കേട്ടോ. പിന്നെ അടുക്കള ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ കുറച്ചും കൂടെ ഉള്ളു, വേഗം കഴിയും. പിന്നെ വേഗം അലക്കിയിട്ടാൽ വെയിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് അലക്കാനും പ്രയാസം. ഭയങ്കര വെയിലായിരിക്കും അവിടെ. രാവിലെ ആകുമ്പോൾ പിന്നെ ഈ ചൂടത്ത് അലക്കുക എന്ന് പറയുമ്പോൾ തന്നെ വെയിൽ ഉണ്ടെങ്കിൽ ആവില്ല. വേഗം അലക്കി കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ അവർക്ക് ചായ കൊടുത്തു. അവർ ചായ കുടിച്ച് അവർ പോയി. അവിടെ കല്യാണത്തിനൊക്കെ പോകാണ്ടെന്ന് പറഞ്ഞിട്ട് അവർ കുലച്ചിലൊന്നും വെട്ടിയിട്ടൊന്നുമില്ല, കുലയും തേങ്ങ. അപ്പോൾ തിരക്കാ, നേരമില്ല എന്ന് പറഞ്ഞിട്ട് വേഗം പോയത്. അപ്പോൾ നേട്ടൻ തന്നെ അത് കൊത്തിയിടുകയാണ്. അമ്മക്കുട്ടി എണീറ്റ് വന്നിട്ടുണ്ട്. വീഡിയോ പിടിക്കാൻ സമയം മുഖം കാണിച്ചു തന്നില്ല, പല്ലൊന്നും തേച്ചിട്ടില്ല.
ആ കുട്ടിക്കുരങ്ങനെ കുറേ കാലമായിട്ടുള്ളത് അവളെ തോളിൽ കൊണ്ടുവന്നിട്ട് നടക്കും. ഞങ്ങൾ കുറച്ച് മീൻ വാങ്ങിയിട്ട് മത്തി ഇതിൽ കൊണ്ടുവന്നിരുന്നു. ഇവിടെ നല്ല ഫ്രഷ് മീൻ കിട്ടും വടകര. കാരണം ഹാർബറൊക്കെ അടുത്തൊക്കെ ഉള്ളതല്ലേ, അപ്പോൾ അധികം മരുന്നടിച്ച് കുറേ ദിവസം പഴക്കമുള്ളതൊന്നുമല്ല. നല്ല നല്ല ഫ്രഷ് മീൻ കിട്ടും, നല്ല ടേസ്റ്റ് വയ്ക്കാൻ. പിന്നെ ഒരു പച്ചക്കറി പറയുക ഉപ്പേരിക്കൊരു ഉണ്ണിക്കാമ്പും എടുത്തു. ഉണ്ണിക്കാമ്പ് ഒക്കെ ഞങ്ങൾ വരുന്ന സമയത്ത് ഇവിടെ വാഴ വീണ് കിടക്കുന്നു. അപ്പോൾ അതാണെങ്കിൽ കുലച്ചിട്ട് അധികം മൂത്തിട്ടുമില്ല കായ. പിന്നെ അങ്ങനെ കായ എടുത്തിട്ട് ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഉപ്പേരി വെച്ചു കേട്ടോ. അപ്പോൾ ഈ ഉണ്ണിക്കാമ്പ് എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്ത സംഗതിയാണ് ഈ ഉണ്ണിക്കാമ്പ് ഉപ്പേരി വെക്കുന്നത്. മുറിച്ചിടുന്നത് ഇഷ്ടമല്ല. കുറേ സമയം പിടിക്കുമല്ലോ. ചുറ്റി 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 തന്നെ നാര് പോക്കി എല്ലാം കൂടെ കുഞ്ഞു കുഞ്ഞാന്നരിയണം. പിന്നെ അതങ്ങ് ചെയ്യും, കളയാൻ പറ്റില്ലല്ലോ, നല്ല സാധനമല്ലേ വയറിന്. ഓക്കെ, അതുകൊണ്ട് അതെടുക്കും. ഒരു ഓലയൊക്കെ കൂട്ടിയിട്ടിട്ടുണ്ട് എല്ലാം. അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ ഉപ്പേരി അടുപ്പത്തേക്ക് ആക്കുകയാണ്. ചെറിയുള്ളിയൊക്കെ അരിഞ്ഞിട്ടിട്ട് കറിവേപ്പിലയും ചുവന്ന മുളകും കടുകും വറുത്ത്, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടും കേട്ടോ. ഞങ്ങൾ എന്തുപ്പേരി വെക്കുകയാണെങ്കിലും അതിൽ മഞ്ഞൾപ്പൊടി ചേർക്കും. പിന്നെ അതിന് വെള്ളം വേണ്ടല്ലോ കാമ്പിന്. അത് നല്ലപോലെ ഊറ്റിയെടുത്തിട്ട് അതിൻ്റെ നാരൊക്കെ ഞങ്ങൾ ഈർക്കിളൊക്കെ ഉപയോഗിച്ചിട്ട് അത് നാര് പോക്കും കേട്ടോ. ഇത് നാര് വേണമെന്നാണ്, നാരിൻ്റെയാണ്. പക്ഷേ നമുക്ക് ചവച്ച് തിന്നുമ്പോൾ ഭയങ്കര ഇതല്ലേ, ലാസ്റ്റ് ആകുമ്പോഴത്തേനും ഒരു ചണ്ടി പോലെ വരുമല്ലോ നാരിൻ്റെതാകുമ്പോൾ. അതുകൊണ്ട് അത് ചുറ്റി പോക്കും, എന്നിട്ട് കഴിക്കും. അത് മോനൊക്കെ അങ്ങനെ ഇഷ്ടമാണ്, ഉപ്പേരി ഇഷ്ടമാണ്, കഴിച്ചോളും. അപ്പോഴേക്ക് ഇവരിവിടെ തേങ്ങ ഇടാൻ തുടങ്ങി. പിന്നെ ഞാൻ ഭക്ഷണം വേഗം വെക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. കുറേ സമയം കഴിഞ്ഞാൽ പിന്നെ നേരം വഴുകി പോകുമല്ലോ, ഇരുട്ടാവും. പിന്നെ ഇപ്പം തന്നെ ഉച്ചയായി. അപ്പോൾ ഏട്ടനത് കൊണ്ടിടുന്ന സമയം കൊണ്ട് ബാക്കിയുള്ളത് അമ്മയും കൊത്തുന്നുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് ചെയ്യാനൊക്കെ ആയിട്ട്. ഇഷ്ടമെന്ന് വെച്ചാൽ അമ്മ ആദ്യമൊക്കെ ചെയ്തിരുന്ന ആളാണല്ലോ, ഇപ്പോഴല്ലേ കുറച്ച് ക്ഷീണം. എന്നാലും അമ്മ ചെയ്യും. എനിക്കതുപോലെ സ്പീഡ് ചെയ്യാൻ പറ്റില്ല ഞാൻ വിചാരിക്കും. അങ്ങനെ അമ്മ ചെയ്യുക. അന്ന് മോനതവിടെ കുറച്ച്, ഞങ്ങൾ വയനാട്ടിലേക്ക് പോകുമ്പോൾ കുറച്ച് കൊണ്ടുപോകാനായിട്ട് കുറച്ച് തേങ്ങ പൊളിച്ചിടണം. അപ്പോൾ അത് ഭയങ്കര ഇഷ്ടമുള്ളത് കൊണ്ട് അവൻ തുടങ്ങിയതാണ്. ഞാൻ തന്നെയല്ല കേട്ടോ, ഏട്ടനും പൊളിക്കും. പക്ഷെ ആ പാരയിൽ അവന് സുഖമായതുകൊണ്ട് അതിൽ പൊളിച്ചെടുക്കും. അതിനാണ് അവനും അടി. അമ്മുവിന് തേങ്ങ പൊളിക്കാൻ കൊടുക്കുന്നില്ല പറഞ്ഞിട്ടുള്ള അടി വയ്ക്കുക. പിന്നെ അത് നമ്മളെ തന്നെ തീറ്റേൻ്റെ ചാക്കാണ് കേട്ടോ. നമ്മളെ തീറ്റ എന്ന് വെച്ചാൽ നമ്മളെ കച്ചവടത്തിൻ്റെ ആ കോഴിത്തീറ്റേൻ്റെയൊക്കെ ചാക്കാണത്, കൃഷീൻ്റെ. അതിലാണ് കൊണ്ടുപോയി നിറച്ചിട്ട് കൊണ്ടുപോയിടുന്നത്. അതുകൊണ്ട് സുഖം, കുറേ എണ്ണം അതിൽ കൊള്ളും, വലിയ ചാക്കായതുകൊണ്ട്. അമ്മുക്കുട്ടി അപ്പോഴത്തേനും സ്വന്തമായിട്ട് മുന്തിരിയൊക്കെ എടുത്ത് കഴുകി. അമ്മ കഴിഞ്ഞ ദിവസം വടകര പോയപ്പോൾ കൊണ്ടുവന്നിരുന്നു. അതൊക്കെ എടുത്ത് സ്വന്തം തന്നെയാണ് കഴിക്കുന്നതൊക്കെ, കഴുകൽ. ആർക്കും വേണമെന്നൊക്കെ ചോദിക്കുകയൊക്കെ ചെയ്യും കേട്ടോ. അതൊന്നും കുഴപ്പമില്ല. ഇതാ കൃഷീൻ്റെ അതിൽ കൊണ്ടുപോയി നിറച്ചു. അപ്പോഴത്തേക്ക് എൻ്റെ ചോറും കറികളൊക്കെ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഭക്ഷണം കഴിക്കണം. ഞാൻ മീനിൻ്റെ ഒരു കറി വെച്ചു, പുളിയിട്ട് കറി വെച്ചു, ഒരു മോര് കറിയും വെച്ചു, ഒരു കാമ്പുപ്പേരി. ഇവരെ അപ്പോഴത്തേനും കുറച്ചും കൂടെ പൊളിക്കാനുള്ളത് അതെടുത്തിട്ട് പൊളിക്കുകയും ചെയ്തു. അതെല്ലാം വിളമ്പിക്കൊണ്ട് വെക്കുമ്പോഴത്തേനും ആ പാരയിൽ അത് കണ്ടില്ലേ, അതിൽ പൊളിക്കാൻ എനിക്കറിയില്ല കേട്ടോ, ആവില്ല. വയറ്റിന് എക്സ്പെർട്ടായിരിക്കുമല്ലോ, ഒരു വേഗം പൊളിച്ചെടുക്കും. അങ്ങനെ ഞാൻ കൊടുവാളുണ്ടൊക്കെ തേങ്ങ പൊളിക്കലൊക്കെ. ഇപ്പം പിന്നെ അവരങ്ങനെ പൊളിച്ച് വെക്കുന്നതുകൊണ്ട് എനിക്ക് സുഖമാണ്. ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചു കേട്ടോ. ഇനി അടുപ്പത്തേക്ക് ഇടാൻ വേണ്ടിയിട്ടുള്ളതൊക്കെ സെറ്റപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഏണിയൊക്കെ അവിടെ ഫിറ്റാക്കി. ഏണി ഫിറ്റായി കഴിഞ്ഞാൽ പിന്നെ രണ്ടാൾക്കും നമ്മൾ കൊടുക്കുമ്പോൾ കുറച്ച് കളിക്കണം. പിന്നെ നല്ലൊരു ചീത്ത വെക്കും, അപ്പോൾ ഇറങ്ങി പോവും, പിന്നെ വീണ്ടും വരും, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അപ്പൂട്ടന് തേങ്ങ എടുത്തിടാൻ റെഡി ആയിട്ട് നിൽക്കുക. അമ്മ വേണ്ട ഞാനിട്ടോളും. അപ്പോൾ അവനും ചെയ്യും കേട്ടോ. പിന്നെ എണ്ണ തേങ്ങ പുറത്തുനിന്ന് കുറച്ചുകൂടി എടുക്കാൻ പോയ സമയത്ത് ഇവൻ എൻ്റെ അടുത്ത് പറഞ്ഞതാണ്, ഞാനിട്ടോളാം അമ്മ എടുത്തതാന്നൊക്കെ പറഞ്ഞിട്ട്. ഭയങ്കര ഇഷ്ടം കൊണ്ട് എടുത്തിരുന്നത്. ചെറിയ തേങ്ങ എടുത്തെടുത്തത് ഉണങ്ങിയത്. പിന്നെ രണ്ടാമത് ഞങ്ങൾ വീണ്ടും തുടങ്ങി. അപ്പോൾ അമ്മക്കുട്ടി വന്നു, ഞാനും ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ 4 ആളും കൂടിയായിട്ടോ. പിന്നെ 1 2 3 4 എന്ന രീതിയിലാണ് ഞങ്ങൾ. അപ്പോൾ പെട്ടെന്ന് കഴിയും കേട്ടോ, സ്പീഡായിട്ട് കഴിയും.
അപ്പൂട്ടൻ പിന്നെ അവിടെ ഇരുന്നു. അപ്പോൾ സുഖം അതാണല്ലോ, എനിക്കാണെങ്കിൽ കുനിയണ്ട. അമ്മൂട്ടി അങ്ങനെ അവിടെ ഇരുന്നിട്ട് അങ്ങ് കൊടുക്കും. എല്ലാവർക്കും എളുപ്പം. അങ്ങനെ ആ പണി അവിടെ കഴിയാനായി. ഇനിയിപ്പോൾ കുറച്ചെണ്ണം കൂടിയൊക്കെ ഉള്ളൂ. എല്ലാവരും ഒരു പരുവായിട്ടുണ്ട്. രാവിലെ തൊട്ട് തുടങ്ങിയതാണ് ഇവരൊക്കെ. പിന്നെ ഇനിയിപ്പോൾ എന്തെങ്കിലുമൊക്കെ കഴിക്കണം. അതിൻ്റെ ഇടയ്ക്ക് പുറത്ത് വൃത്തിയാക്കാനുള്ളത്. ഇപ്പം അമ്മ അവിടെ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. അവിടെ തേങ്ങ പൊളിച്ചേണ്ടതും ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒരു സൈഡിലേക്ക് ആക്കിയിടുന്നുണ്ട്. ഞാൻ ഇവിടെ ഇടയ്ക്ക് കറണ്ട് പോകുന്നുണ്ട്. എനിക്കിവിടെ അടുക്കള അടിക്കണം, തുടയ്ക്കണം. ഈ അട്ടത്തിടുന്ന സമയത്തും കുറച്ച് പൊടി താഴത്തൊഴിയും, കരി. ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് അടിച്ച് തുടച്ച് വൃത്തിയാക്കിയിട്ട് എന്തെങ്കിലും ഭക്ഷണം ഇനി സന്ധ്യയ്ക്ക് ചായക്കുള്ളത് വേണം. 5:30 6 മണിയാവാനായിട്ടോ. ഇനിയിപ്പോൾ ചായക്ക് ഇഡ്ഡലി ഉണ്ട്, ഇഡ്ഡലി ചുടണം, മാവുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ കുറച്ച് ഇളനീരുണ്ട്. അപ്പോൾ അതാണ് ഇനി അടുത്ത പ്രോഗ്രാം. ഇളനീര് പൊട്ടിച്ചിട്ട് പൊളിച്ച് കുടിക്കുക തന്നെ എല്ലാവരും. അപ്പോൾ ജ്യൂസൊന്നും ആർക്കും വലിയ നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഇവിടെ ഭയങ്കര ചൂടായതുകൊണ്ട് ഭയങ്കര വിങ്ങലാപ്പം ഞങ്ങൾക്ക്. നമ്മളിപ്പോൾ പണിയെടുക്കുകയും കൂടി ചെയ്യുമ്പോൾ ഭയങ്കരമായിരിക്കുമല്ലോ. ഈ കുട്ടികൾക്ക് എന്ത് ചൂട്, അവർക്ക് എത്ര വേർത്ത് കുളിച്ചാലും അവർക്ക് ഒരു വിഷയമല്ല. ഒന്ന് കുളിക്കുമെന്ന് പറഞ്ഞാൽ ഇപ്പം കുളിക്കണ്ട വൈകുന്നേരം ആവട്ടെ എന്ന് പറയും. ഞാൻ പിന്നെ ഈ ചൂട് പൊന്തുന്നതിന് രാവിലെ കുളിക്കും. ചൂട് പൊന്തി കഴിഞ്ഞാൽ പിന്നെ ആവില്ല, ചൊറിഞ്ഞ് മടുക്കും. അങ്ങനെ അത് കഴിഞ്ഞ് ഇപ്പം ഇളന്നി പൊളിക്കാൻ പോവുകയാണ് ഇവരെ. അതിൻ്റെ ഇടയ്ക്ക് അത് തീരുന്ന സമയത്ത് ഇവർക്ക് കുട്ടികൾക്ക് അതിൻ്റെ മേലെ കയറണം. അപ്പോൾ അവിടെ മേലെ അടുപ്പിൻ്റെ നേരെ മേലെ ഭാഗത്തുള്ള തേങ്ങയൊക്കെ നീക്കി വെക്കുകയാണ്, അല്ലെങ്കിൽ പുക ശരിക്കും പോവില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കയറുന്നത്. അപ്പോൾ ഇവർക്ക് രണ്ടാൾക്കും ഒന്ന് കയറി വെറുതെ ഒന്ന് കാണണം, ഇല്ലെങ്കിൽ ഭയങ്കര സങ്കടം. അവൾ ആദ്യം കയറിപ്പോയി. പിന്നെ അവൾ കയറിപ്പോയിട്ടുണ്ടെങ്കിൽ വല്ല പാറ്റേനെയോ കൂറേനെയോ കണ്ടിട്ടുണ്ടെങ്കിൽ പിന്നെ കഴിഞ്ഞ കഥ കേട്ടോ. ഭയങ്കര പേടിയാണ്. പിന്നെ അത് അവിടെ പിന്നെ ആ തേങ്ങ നീക്കിയിട്ടില്ലെങ്കിൽ പുക മേലോട്ട് പോവില്ല, വന്നാൽ അടുക്കള നിറച്ചു ആവും. അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ആ തേങ്ങ മാറ്റാൻ കയറിയത് അവർ. അതൊക്കെ മാറ്റി കണ്ടില്ലേതാണ് അതിൻ്റെ മേലെ ഭാഗം അട്ടം. അപ്പോൾ ഭയങ്കര ഇരുട്ടാണ്, ഫോണിൻ്റെ വെളിച്ചം കൊണ്ടാണ് കാണിക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞ് ഇനിയിപ്പോൾ എല്ലാവരും വെള്ളമൊക്കെ കുടിക്കണം. ഞാൻ ഒന്ന് അടിച്ചു വാരി അവിടെ നിന്ന് തുടച്ചു. അപ്പോൾ അതോടുകൂടി ആ പണിയൊക്കെ അങ്ങോട്ട് കഴിഞ്ഞു. ഇനി ഒന്ന് വേഗം എല്ലാവർക്കും കുളിക്കണം, ചായ ഉണ്ടാക്കണം, ഒക്കെയാണ് ഇനി പണി. അപ്പോൾ ഇവിടെ ഇളന്നി പൊളിക്കലൊക്കെ തുടങ്ങി. അമ്മയ്ക്കൊക്കെ കൊടുത്തു, എല്ലാവരും കുടിച്ചു. മക്കൾക്ക് ഈ വെള്ളവും കാമ്പ് ഇങ്ങനെ എടുത്ത് കഴിക്കുന്നതാണ് ഇഷ്ടം. എനിക്ക് ജ്യൂസ് അടിക്കുന്നതൊന്നും വലിയ താല്പര്യമില്ല. എന്നാലും ഇടയ്ക്ക് ആക്കും കേട്ടോ. തേങ്ങ വലിച്ച് കഴിഞ്ഞാൽ എന്തായാലും 2-3 ദിവസത്തേക്ക് ഇളനീര് ഉണ്ടാവും. അതവിടെ കത്തി കൊടുവാള കൊണ്ടൊക്കെയാണ് എടുത്ത് കഴിക്കുന്നത്. എല്ലാവരും ക്ഷീണിച്ചൊരു പരുവായിട്ടുണ്ട്. ചൂട് കൂടി ആയിട്ടാണ് പ്രശ്നം. അതുകൊണ്ടില്ലേതാ സ്പൂൺ കൊണ്ടൊക്കെയാണ് കോരി കഴിക്കുന്നത്. കുളിച്ചിട്ടൊന്നുമില്ല. സാധാരണ രാവിലെ ഒരു കുളിപ്പിക്കുന്നതൊക്കെയാണ്. ചില സമയത്ത് അങ്ങനെ കുളിക്കാൻ മടിയാണ്. ഇങ്ങനെ കളിക്കണമല്ലോ മണ്ണിൽ, അങ്ങനെ അങ്ങോട്ടോടി ഇങ്ങോട്ടോടി ഇങ്ങനെ കളിക്കണം. അപ്പം ഞങ്ങൾ ഇന്നത്തെ ഒരു പ്രോഗ്രാം അങ്ങോട്ട് കഴിഞ്ഞു. ഇനി എൻ്റെ വെള്ളം അതാ കിട്ടി. നല്ല ഇളനീരാട്ടോ, ഇഷ്ടംപോലെ വെള്ളം ഉണ്ടായിരുന്നു. തേങ്ങ അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.